ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ബുള്ളറ്റിനുകൾ തുടങ്ങുകയാണ്. അതായത് നമ്മളുടെ ഈ 9 മണി ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം. ഇത് നമ്മുടെ സായന്തനയാണ്. നേരത്തെ തന്നെ സായന്തനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിയതാണ്. ഇന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ സായന്തനം നേരത്തെ തന്നെ നിങ്ങൾക്ക് നിരവധി വാർത്തകളൊക്കെ വായിച്ചു തന്നു, പാട്ടൊക്കെ പാടി തന്നു, കവിതയൊക്കെ ചൊല്ലി തന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 9 മണി മുതലുള്ള ബുള്ളറ്റിനുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഈ ഹാപ്പനിങ് അവേഴ്സ് എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ ഒരു 9 മണി തൊട്ട് 5 മണി ആ ഒരു ടൈം എന്ന് പറയുന്നത്. കോടതികളിൽ നിന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ഈ ഓഫീസ് ടൈമൊക്കെയാണ്. അപ്പം പബ്ലിക് നിരത്തിൽ നിന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, പബ്ലിക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ഏറ്റവും ക്രൂഷ്യലായ ടൈം ആണ് ഈ ഒരു 9 മണി തൊട്ടുള്ള വാർത്തകൾ എന്നാണ് പൊതുവിൽ വാർത്താ ചാനലുകളൊക്കെ വിലയിരുത്തുന്നത്. ഏതായാലും ആദ്യം നമുക്ക് ഇന്ന് ശിശുദിനമാണ്. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിരവധി വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായി ആ വാർത്തകളിലേക്കൊക്കെ പോകാം. അപ്പോൾ സായന്തനം നമുക്ക് വാർത്തകളിലേക്ക് നോക്കാം. എന്തൊക്കെ പ്രധാന വാർത്തകളാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ബ്രേക്കിംഗ് കണ്ടോ, ഏറ്റവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. നേരത്തെ സൂചിപ്പിച്ചില്ലേ, പ്രധാന വാർത്തകൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതായത് നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പങ്കെടുപ്പിക്കാൻ നീക്കം. ശിവഗിരിയിലെ ഒരു വിഭാഗം സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് നീക്കം. എന്നാൽ തീരുമാനത്തെ എതിർത്ത് ശിവഗിരി മഠത്തിലെ ബഹുഭൂരിപക്ഷം സന്യാസിമാരും രംഗത്തെത്തി. BJPയുമായി അടുപ്പമുള്ള ശാരദാനന്ദയുടെ നേതൃത്വത്തിലാണ് നീക്കം. എന്നാൽ തീരുമാനത്തിനെതിരെ സ്വാമി ഋതംബരാനന്ദ അടക്കമുള്ളവർ രംഗത്തെത്തി. വിവരങ്ങളുമായി സജേഷ് ചേർന്നുണ്ട്. സജേഷ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ? എന്താണ് വിവരങ്ങൾ? സൗമ്യ, ഡിസംബർ 29-നാണ് ശിവഗിരിയുടെ തീർത്ഥാടന സമ്മേളനം ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ 4 വർഷങ്ങളെങ്കിലുമായി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന രീതിയില്ല. ഇത്തവണ വെള്ളാപ്പള്ളിയെ പങ്കെടുപ്പിക്കാനുള്ള ഒരു നീക്കം ശിവഗിരിയിലെ ഒരു സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്നു. ശിവഗിരിയിലെ പുതിയ ട്രഷററായി തെരഞ്ഞെടുത്തിട്ടുള്ള ശാരദാനന്ദയുടെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടന്നത്. അതിനെതിരെ വലിയ എതിർപ്പാണ് ശിവഗിരിയിൽ നിന്ന് ഉയരുന്നത്. ഋതംബരാനന്ദ ഉൾപ്പെടെയുള്ള സന്യാസിമാർ വെള്ളാപ്പള്ളിയെ പങ്കെടുപ്പിക്കുന്ന നീക്കത്തെ വെള്ളാപ്പള്ളി ഇതിനോടകം തന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക്. സാധാരണഗതിയിൽ വെള്ളാപ്പള്ളി കഴിഞ്ഞ 4 വർഷമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാറില്ല. സമാന്തരമായി മറ്റൊരു ശിവഗിരിക്ക് സമീപത്ത് മറ്റൊരു സമ്മേളനം പോലും വെള്ളാപ്പള്ളി നടത്തിയ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ ശിവഗിരി വളരെ കൃത്യമായി തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തോടൊപ്പം മാത്രം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. SNDP യോഗവുമായോ SNDP യോഗത്തിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുമായോ ശിവഗിരിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല. അവിടെ പിടിമുറുക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ ഉൾപ്പെടെ ശിവഗിരി സന്ദർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ശാരദാനന്ദ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളിയെ ഈ തീർത്ഥാടന സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലേക്ക് വിളിക്കുന്നുള്ളൊരു ധാരണ ശാരദാനന്ദ ഉൾപ്പെടെ ഉള്ളവർക്കിടയിൽ ഉണ്ടാക്കുകയും വെള്ളാപ്പള്ളിയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഭൂരിഭാഗം സന്യാസിമാരും എതിർപ്പറിയിക്കുന്നത്. ഒരുപക്ഷെ സജേഷ്, അവിടെ തന്നെയാണ് സുപ്രധാനമായ ഒരു വിഷയമുള്ളത്. നേരത്തെ മുതൽക്കേ തന്നെ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടുള്ള വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴുള്ള ഈ ഒരു നീക്കം, ശാരദാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു നീക്കം, അത് എത്രത്തോളം ഫലപ്രദമാകും? സൗമ്യ, ഇക്കാര്യത്തിൽ ശിവഗിരിയുടെ വളരെ പ്രധാനപ്പെട്ട സന്യാസിമാരായിട്ടുള്ള പ്രകാശാനന്ദ, ഋതംബരാനന്ദ, ഗുരുപ്രസാദ് തുടങ്ങിയവരെല്ലാവരും ഈ ഒരു നീക്കത്തിന് എതിരാണ്. വെള്ളാപ്പള്ളി വരുന്നതിനോട് 2 തരത്തിലുള്ള വിയോജിപ്പാണ് ശിവഗിരിയിൽ ഉള്ളത്. ഒന്ന്, ശിവഗിരിയിൽ സമ്മേളന വേദി ജാതി പറയുന്ന ഇടമാക്കി വെള്ളാപ്പള്ളി മാറ്റും. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഈ പരിപാടിയിലേക്ക് വിളിക്കരുതെന്നാണ് ഈ എതിർക്കുന്ന സന്യാസിമാരുടെ നിലപാട്. നേരത്തെ ശാരദാനന്ദ ഉൾപ്പെടെയുള്ളവരാണ് ഈ വെള്ളാപ്പള്ളിയെ വിളിക്കുന്നതിനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ചത്. കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ നടന്ന ഇലക്ഷന് ശേഷം പുതിയ കമ്മിറ്റി നിലവിൽ വന്നിരുന്നു. ആ കമ്മിറ്റി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ പുതിയ കമ്മിറ്റിയിലെ ട്രഷററാണ് ശാരദാനന്ദ ഉൾപ്പെടെയുള്ളവരാണ് വെള്ളാപ്പള്ളിയെ പങ്കെടുക്കുന്നതിന് പുതിയ കമ്മിറ്റി വന്ന ഉടൻ തന്നെ നീക്കം നടത്തുകയും വെള്ളാപ്പള്ളിയെ വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. സജീഷിലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ ഗോകുലം ഗോപാലൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഗോകുലം ഗോപാലൻ, ഒരു ഭാഗത്ത് ഗുരുവിനെ അടക്കം കാവ്യപൂശാനുള്ള ഒരു ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിധത്തിൽ ശിവഗിരി മഠത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടിരുന്നത് വെള്ളാപ്പള്ളി. പക്ഷേ ഇപ്പോൾ വലിയൊരു ശ്രമം, വീണ്ടും വെള്ളാപ്പള്ളിയെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇവിടെ ശാരദാനന്ദയുടെ നേതൃത്വത്തിലൊക്കെയാണ് നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? തീർച്ചയായും ഗുരുനിന്ദയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഗുരുവിന്റെ
പ്രധാനപ്പെട്ട ദർശനങ്ങളെ പ്രായോഗികമായി എതിർത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ മുഴുവനും കാണാൻ പറ്റും. ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ ജാതി ചോദിക്കണം, പറയണം, ജാതി വേണം എന്ന് പറയുന്ന ഒരു ആശയമാണ് വെള്ളാപ്പള്ളിക്ക്. അപ്പൊ അങ്ങനെയുള്ള ഗുരുദേവന്റെ ദർശനങ്ങളെ മുഴുവനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഗുരുദേവന്റെ ദർശനങ്ങളെ യാതൊന്നും യോജിക്കാത്ത വെള്ളാപ്പള്ളി നടേശൻ അവിടെ വന്ന് കൂടുതൽ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹം തെറ്റിദ്ധരിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ആവശ്യമാണ്. അതും നമ്മൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് അദ്ദേഹം തയ്യാറാണോ എന്ന് ആദ്യം ചോദിക്കേണ്ടത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ തന്നെ SNDP യോഗവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ, കേസുമൊക്കെയായി കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണക്കാരെ പോലും ഒരുപക്ഷെ അവരുടെ വിശ്വാസങ്ങളെ പോലും പറ്റിക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ. ഇങ്ങനെ ഒരാളെയാണ് വീണ്ടും ശിവഗിരിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണ് ശ്രീ ഗോകുലം ഗോപാലൻ? തീർച്ചയായും അതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് വരെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ ആദ്യമായ ഗുരുദേവന്റെ സാധാരണ അദ്ദേഹം ഗുരുമന്ദിരത്തിൽ വരുമ്പോ അല്ലെ മഠത്തിൽ വരുമ്പോ വളരെ റയർലിയാണ് വരാറുള്ളത്. അങ്ങനെ ഭക്തിപരമായിട്ട് വന്ന് ഒരു പ്രാവശ്യം വന്നപ്പോ മരം വീണ് അദ്ദേഹത്തിനെ ഒബ്ജക്ട് ചെയ്ത, അതായത് ഗുരുദേവന്റെ ആഗ്രഹം തന്നെ അദ്ദേഹം വരണ്ട എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഒരു ആശയത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം വന്നിട്ടുമില്ല. പിന്നെ അതായത് പറഞ്ഞു, രണ്ടാമത് ഞാൻ തിരിച്ചു പറയാണ്, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞ ഒരു മനുഷ്യന് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തെറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് വരാം. അദ്ദേഹത്തിന് അങ്ങനെ ജനങ്ങളോട്, അതായത് ശ്രീനാരായണയരോട് ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ മഠത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. യെസ്, വളരെ നന്ദി ശ്രീ ഗോകുലം ഗോപാലിനെ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വീണ്ടും ശിവഗിരി മഠത്തിലേക്ക് വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും പരിപാടിയുടെ ഉദ്ഘാടകനായി ഒക്കെ തന്നെയും ചേർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അവിടെയുള്ളൊരു BJP ലോബിയുടെ ഒക്കെ നേതൃത്വത്തിലാണ്, സ്വാമി ശാരദാനന്ദയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നത്. പ്രത്യേകിച്ച് ഗുരുവിന്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്നത് അടക്കമുള്ള സമീപകാലത്തെ വെള്ളാപ്പള്ളിയുടെ ചെയ്തി ശ്രീനാരായണീയർക്കിടയിൽ തന്നെ വലിയ അതൃപ്തി ഉളവാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും സായന്തന മറ്റു വാർത്തകളിലൊക്കെ നമുക്കിനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നമുക്ക് വളരെ വേഗത്തെ ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം വാർത്തയിലേക്ക് എത്തുകയാണ്. സായന്തന ആയാലും പത്രവും TV ന്യൂസൊക്കെ കാണുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്താ ഇപ്പോഴത്തെ ഒരു വലിയ ക്രൈസിസ് ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്താ? കറൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോട്ട് നിരോധന പ്രശ്നം. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നമ്മൾ നിരോധിച്ചു. ആൾക്കാർക്ക് എങ്ങനെയാ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? നമുക്ക് എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് 1000-500 നോട്ടുകൾ, പഴയ നോട്ടുകളാണ്. അപ്പോൾ അതുമായിട്ടുള്ളൊരു വിനിമയം നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പുതിയ നോട്ടുകൾ ലഭിക്കും. അപ്പോൾ 2000-ന്റെ നോട്ട് ആദ്യമേ അച്ചടിച്ച് കൊടുക്കുന്ന സമയത്ത് അവരിതുമായി പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിന് ചേഞ്ച് കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ടാവില്ല. അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ബാങ്കിൽ പോയോ? അവിടുത്തെ ഒരു ക്യൂ ഒക്കെ കണ്ടായിരുന്നോ? കണ്ടു അല്ലേ? ഏതായാലും വലിയൊരു ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ പലയിടത്തും ATM-കൾ വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യുന്ന പൈസ മാറ്റാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഈ ക്രൈസിസ്. അതുകൊണ്ട് ഒരാഴ്ചയായി, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9 മണി സമയത്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം വലിയൊരു നെട്ടോട്ടത്തിലായിരുന്ന ആൾക്കാർ. അതായത് ഇന്നത്തെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. സായന്തന, തുടർച്ചയായ 6ാം ദിനവും നോട്ടിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. ബാങ്കുകൾക്കും ATM-കൾക്കും മുന്നിൽ കനത്ത ക്യൂ ആണ് ഇന്നും കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിൽ നിന്നും മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതികൾ? നിലവിൽ എന്തായാലും ദില്ലി അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ATM-കളും ഇന്നും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ബാങ്കുകൾക്ക് മുന്നിലാണ് വലിയ ക്യൂ കാണാനായത്. ബാങ്കുകളിൽ നേരിട്ടെത്തി പണം മാറുന്നതിനുള്ള ശ്രമമാണ് ജനങ്ങൾ നടത്തിയത്. ഇന്നലെ തന്നെ റിസർവ് ബാങ്ക് നിലപാട് വ്യക്തമാക്കിയിരുന്നത് 500 രൂപയുടെ പുതിയ നോട്ടുകൾ വിതരണത്തിനായി എത്രയും വേഗം ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഈ 500 രൂപ നോട്ടുകൾ വിതരണത്തിനായി ബാങ്കുകളിൽ എത്തിത്തുടങ്ങിയെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. SBIയുടെ ഡൽഹി മുഖ്യശാഖയിൽ ഈ നോട്ടുകൾ കുറച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റു ബാങ്കുകളിലേക്ക് ഈ 500 രൂപയുടെ പുതിയ നോട്ടുകൾ എത്തിക്കാൻ ഇതുവരെ റിസർവ് ബാങ്കിന് സാധിച്ചിട്ടില്ല. ഇത് എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് RBI ഉറപ്പ് നൽകുന്നത്. ഇതുകൂടി പൂർത്തിയായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന ക്ഷാമം
പരിഹരിക്കാനാവുകയുള്ളൂ. അതേസമയം ഈ നോട്ട് പിൻവലിക്കൽ സംബന്ധിച്ചുള്ള വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് NDA സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന നീക്കമാണ് പ്രതിപക്ഷ കക്ഷികൾ ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് സർവകക്ഷി യോഗത്തിലും സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനവും കൈക്കൊള്ളും എന്നാണ് അറിയുന്നത്. അല്പസമയങ്ങൾക്കകം സർവകക്ഷി യോഗം ആരംഭിക്കും. ഇതിൽ ഈ നോട്ട് പിന്മാറ്റത്തിലൂടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ കൃത്യമായ രീതികളോ നൽകാതെ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് ജനജീവിതത്തെ ദുസ്സഹമാക്കി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിലും വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. മനു, സ്വാഭാവികമായും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ തുക മാറ്റാനുള്ള ഒരു സമയപരിധി നീട്ടാനുള്ള സാധ്യതയുണ്ടെന്നും ഒപ്പം തന്നെ കൂടുതൽ പണം ATMകളിൽ നിന്ന് പിൻവലിക്കുന്നത് അടക്കമുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന തരത്തിലൊക്കെയുള്ള ഒരു സാധ്യതകൾ കൽപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ മനു? നിലവിൽ ഈ പുതിയ തീരുമാനം ഇന്നലെ ധനകാര്യ മന്ത്രാലയം തന്നെ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം വ്യക്തമാക്കിയിരുന്നതും ബാങ്കിൽ നിന്ന് ഒരു ദിവസം 10,000 രൂപ എന്ന പരിധി എടുത്തു കളഞ്ഞിരിക്കുന്നു. ആഴ്ചയിൽ പിൻവലിക്കാവുന്ന പരമാവധി തുക 24,000 രൂപയാക്കി ഉയർത്തിയെന്നും ATMൽ നിന്ന് ദിവസം 2,500 രൂപ വരെ പിൻവലിക്കാമെന്നും കൂടിയാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, ATMൽ നിന്ന് 2,500 രൂപ വരെ പിൻവലിക്കാമെന്ന് വ്യക്തമാക്കുമ്പോഴും ഒരു ATMൽ പോലും പണമില്ല എന്നതാണ് വസ്തുത. ATMൽ പണം നിറയ്ക്കാൻ ബാങ്കുകളും കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് 6ാം ദിവസവും തുടരുന്നത്. ബാങ്കുകൾ നൽകുന്ന വിശദീകരണം തങ്ങളുടെ പക്ഷം പണമില്ല, റിസർവ് ബാങ്ക് പണം തങ്ങളുടെ പക്ഷം എത്തിക്കാത്തിടത്തോളം ഈ പണം ATMൽ എത്തിക്കാനും തങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ 2,000 രൂപയുടെ നോട്ട് സാങ്കേതികമായി ATMകളിൽ നിറയ്ക്കുന്നതിന് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ 100ന്റെയും 50 രൂപ നോട്ടുകൾ മാത്രമേ ATMകളിൽ നിറയ്ക്കാനാവുകയുള്ളൂ. ഈ 100, 50 രൂപ നോട്ടുകൾക്ക് വലിയ ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, പുതിയ 500 രൂപ നോട്ടുകൾ മാർക്കറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. ഇതിനായി 50,500,000 രൂപ നോട്ടുകൾ അടിച്ചു കഴിഞ്ഞു എന്നാണ് റിസർവ് ബാങ്ക് നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ അച്ചടി പൂർത്തിയായ 500 രൂപയുടെ പുതിയ നോട്ടുകൾ പോലും ബാങ്കുകളിലേക്ക് എത്തിക്കാൻ ഇതുവരെ റിസർവ് ബാങ്കിന് വിവരങ്ങൾ നൽകിയത്. ഷീജ ചേരുന്നുണ്ട് പൊതുവിൽ സംസ്ഥാനത്തെ വിവരങ്ങളുമായി. ഷീജ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ATMകൾ ഇന്നും പതിവ് പോലെ തന്നെ വലിയ ക്യൂ തന്നെയാണോ എല്ലായിടത്തും കാണുന്നത്? സൗമ്യ, 8-ാം തീയതി രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നത്. അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും കേരളം ഇതുവരെയും രാജ്യം ഒന്നടങ്കം ഈ ഒരു ദുരിതത്തിലാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും അതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. ഇതുവരെയും ആ അനിശ്ചിതത്വത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ജനത്തിന് സാധിച്ചിട്ടില്ല. എനിക്ക് പിന്നിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്റ്റാച്യൂലുള്ള SBI ബാങ്കിലാണ്. ഈ ബാങ്കിൽ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ ജനമാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ പണമിടാൻ, പ്രത്യേകിച്ചും അവരുടെ നിലവിൽ കയ്യിലുള്ള 1000ന്റെയും 500ന്റെയും നോട്ടുകൾ മാറിയെടുക്കുന്നതിനും ഉള്ള പൈസ ഇവിടെ നിക്ഷേപിക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ തന്നെ ബാങ്കിൽ ജനങ്ങളുടെ ക്യൂ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇന്നിപ്പോൾ ബാങ്കിന് പ്രത്യേക പ്രവൃത്തി സമയമല്ല, സാധാരണ പ്രവൃത്തി സമയത്ത് മാത്രമാണ് ഇന്നിപ്പോൾ ബാങ്കിനുള്ളത്. എന്നാൽ വലിയൊരു തിരിച്ചടി ജനം നേരിടുന്നത് എന്ന് പറയുന്നത് ATMകളിലാണ്. ATMകളിൽ നിലവിലിപ്പോൾ പണം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ SBI ബാങ്കിനോട് ചേർന്ന് ഇവിടെ തന്നെ ATM ഉണ്ട്. എന്നാൽ ഈ ATMൽ ഇവിടെ പണം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ബാങ്കിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും ATMകളിൽ പണം നിറയ്ക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ 11 മണിയോടുകൂടി പണം നിറയ്ക്കാൻ സാധിക്കും എന്നൊരു മറുപടിയാണ് ATMൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ATMൽ രാവിലെ മുതൽ നമുക്ക് ഇവിടെ ഞാൻ വന്ന് നിന്നിട്ട് തന്നെ മണിക്കൂറുകളാകുന്നു. അതുകൊണ്ട് ഇവിടെ നിരവധി പേരാണ് ATMകളിൽ എത്തുന്നത്. എന്നാൽ ATMകളിൽ എത്തി പണം ഇല്ലാതെ തിരിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഈ ഒരു ATMന്റെ മാത്രം അവസ്ഥയല്ല, സംസ്ഥാനത്തൊട്ടാകെയായി ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ATMൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും പണമില്ലാത്തത് കൊണ്ട് ഇവിടെ ഇപ്പോൾ തീർത്തും ഒഴിഞ്ഞ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ബാങ്കുകളിൽ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ, ബസ്, അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസ് ഇന്ന് പ്രവർത്തിക്കുന്നില്ല. മറ്റുള്ളവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് മാത്രമായിരിക്കും ഇനി ഇത്തരത്തിൽ 1000ന്റെയും 500ന്റെയും നോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ളവ എത്രയും വേഗം മാറിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ജനങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ
അതിനായിട്ടുള്ളൊരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. എന്നാൽ ബാങ്കുകളിൽ ഇത്തരത്തിൽ ആവശ്യത്തിനായുള്ള പണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. അതോടൊപ്പം ഇത്തരത്തിൽ ATMകളിൽ പണമില്ല എന്നുള്ളതും. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തലസ്ഥാന നഗരിയിലെ ATMകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം പല ATMകളിലും പൈസ ഇല്ല. അപ്പോൾ പിന്നെ റൂറൽ മേഖലയിലൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അടുത്തൊരു വാർത്തയിലേക്ക് പോകുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്താനിരുന്ന സമരം പിൻവലിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാളെ മുതലാണ് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം തീരുമാനിച്ചിരുന്നത്. ആ സമരമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നതായി സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീൻ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നൽകിയ ഇളവുകൾ, നികുതി അടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയ ഇളവുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് സമരം പിൻവലിക്കുന്നതെന്നാണ് ഇപ്പോൾ നസ്രുദ്ദീൻ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനമെടുക്കാൻ പാടില്ല എന്ന ഒരു കാരണം കൂടി സമരം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേരത്തെ ഉന്നയിച്ചിരുന്ന പ്രശ്നം ഇൻകം ടാക്സ് അതുപോലെ തന്നെ നികുതി ഉദ്യോഗസ്ഥർ നടത്തുന്ന പീഡനങ്ങളെ കുറിച്ചാണ്. ആ പീഡനങ്ങൾ തുടർന്നാൽ അത് സംബന്ധിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏകോപന സമിതിയുടെ സമരം പിൻവലിച്ചിരിക്കുന്നത്. പ്രിയ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദില്ലിയിൽ അന്താരാഷ്ട്ര വ്യാപാരോത്സവത്തിൽ കേരള പവലിയൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം ദില്ലിയിൽ തങ്ങുന്ന മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അരുൺ ജെയ്റ്റ്ലിയെ കാണുന്നത്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.